എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്നു PJ ആന്റണി. ചലച്ചിത്ര ആചാര്യനായ PJ ആന്റണി ഇവിടെ പറഞ്ഞിട്ട് 4.5 പതിറ്റാണ്ട്. മലയാള സിനിമയ്ക്ക് ആദ്യമായി ഭരത് അവാർഡ് നേടിക്കൊടുത്ത മഹാനടൻ, നാടകാചാര്യൻ, ചെറുകഥാകൃത്ത്, ഗാനരചയിതാവ്, നോവലിസ്റ്റ്, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, അഭിനേതാവ് എന്നിങ്ങനെ വിവിധ വേഷങ്ങളിൽ ജീവിച്ച സവിശേഷ വ്യക്തിത്വമായിരുന്നു PJ ആന്റണി. മലയാള നാടകവേദിക്ക് പുതിയ രൂപവും ഭാവവും ശൈലിയും നൽകുന്നതിൽ PJ ആന്റണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. 40-ൽ പരം നാടകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. നാടകരചനയും സംവിധാനവുമായി നടക്കുന്നതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ 1957-ൽ തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. അതിനുശേഷം നിണമണിഞ്ഞ കാൽപ്പാടുകൾ, കാവാലം ചുണ്ടൻ, അസുരവിത്ത്, ഇരുട്ടിന്റെ ആത്മാവ്, ഭാർഗവി നിലയം, റോസി, പുന്നപ്ര വയലാർ, ഇൻഗുലാബിന്റെ മക്കൾ, നദി, നിർമാല്യം തുടങ്ങി ഒത്തിരി സിനിമകൾ അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തുവന്നു. 1973-ൽ നിർമാല്യത്തിലെ വെളിച്ചപ്പാടായി നടത്തിയ പകർനാട്ടത്തിലൂടെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലിനും അർഹനായി. 115ഓളം നാടകങ്ങൾ, 7 നോവലുകൾ, കവിതാ സമാഹാരം, ലേഖന സമാഹാരം, ഗാനസമാഹാരം മുതലായവ രചിച്ചു. ഭാർഗവി നിലയത്തിലെ MN, തച്ചോളിയോദയനിലെ കതിരൂർ ഗുരുക്കൾ, നഗരമേ നദിയിലെ കാർ ഡ്രൈവർ, മുറപ്പെണ്ണിലെ അമ്മാവൻ, നദിയിലെ വർക്കി എന്നിങ്ങനെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങളെ അദ്ദേഹം അഭ്രപാളിയിൽ അനശ്വരമാക്കി. മണ്ണിന്റെ മാറിൽ എന്ന ചിത്രത്തിന്റെ ഡബ്ബിങ്ങിനിടെയാണ് അദ്ദേഹം ചോര ഛർദ്ദിച്ച് വീഴുന്നത്. അടങ്ങാത്ത അഭിനിവേശത്തോടെ സിനിമയെ ജീവിതമാക്കിയ ആ പ്രതിഭയുടെ അന്ത്യത്തോടെ മലയാള സിനിമയിലൂടെ ഒരു യുഗത്തിനുകൂടി അന്ത്യമായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഈ വാർത്തകളുമായി വിദ്യാ ബാലൻ.